കോഴിക്കോട് പേരാമ്പ്ര ടൗണിന് സമീപം കാട്ടാന ഇറങ്ങി. പുലർച്ചെ 5 മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആന പൈതോത്ത് ഭാഗത്തു കൂടിയാണ് ആന വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് വന്ന വടക്കേൽ സിൽവർ കോളേജിന്റെ കുറച്ച് പുറകിലായിട്ട് വടക്കേൽ അമ്പലത്തിന്റെ മുന്നിൽ കൂടെ വന്നിട്ട് നേരെയാണ് കയറിയത്. മുകളിൽ കയറി കഴിഞ്ഞ് രാവിലെ രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് അത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാരോ അതിൽ മറ്റേ ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥൻ വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പേരാമ്പ്രയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഈ പേരാമ്പ്ര മേഖലയിൽ കാട്ടാനശല്യം പതിവാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വേണു, നിലവിൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഒരുപക്ഷെ ഈ ആളുകൾക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്ന് വേണം നമുക്ക് പറയാൻ ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഇന്നലെ പുലർച്ചയോട് കൂടിയിട്ടാണ്, അതായത് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ CCTVയിൽ ആന വരുന്നതും പോകുന്നതും ഒക്കെ പതിയുന്നത്. ഇവിടെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന റൂട്ടിലായിരുന്നു ഈ ആന പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആന നിൽക്കുന്ന ഇടം. അപ്പോൾ ഇപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ വലയത്തിലാണ് നിലവിൽ ഉള്ളത്. അപ്പം ഇവിടെ ഇപ്പം ആന ബഹളമൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കാലാവസ്ഥയിൽ ചെറിയ രീതിയിൽ. മാഡം, ഏത് ഡിപ്പാർട്ട്മെന്റ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താ ഇപ്പം നിലവിലൊരു സാഹചര്യം എന്താ? അപ്പം നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെയാണ് നമ്മളും കാണുന്നത്. ഉള്ളിലാണ് ആനകൾ. ആന ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. വെയിൽ ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ആനയുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം ആൾക്കാരെ പുറത്തേക്ക് മാറ്റി നിർത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് പേടിച്ചിട്ടാണ് എല്ലാവരോടും കൂടി നിൽക്കേണ്ടതെന്ന് പറയുന്നത്. നിലവിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ നമ്മൾ അതിനെ നിരീക്ഷിക്കാനായിട്ട്? നിലവിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്. രാവിലെ മുതൽ വരുന്നുണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം എല്ലാ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിലൊക്കെ തന്നെയുണ്ട്. കാരണം ആന ചെറിയ രീതിയിലൊക്കെ നേരത്തെ ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒരു പക്ഷേ ആന ഇറങ്ങി വരുവാണെങ്കിൽ ഈ വഴി, നമ്മൾ ഈ നിൽക്കുന്ന വഴിയിലൂടെ ആയിരിക്കും ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയോടുകൂടി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള RRT സംഘവും കൂടുതലായിട്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ശരി, പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ കാട്ടാൻ ഇറങ്ങിയിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം അവിടെയുണ്ട്. ഷഹദ് റഹ്മാനാണ് പേരാമ്പ്രയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.